നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശത്താണുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ഓട്ടോ പാർക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതൊക്കെ റെയിൽവേയുടെ ബിൽഡിങ്ങുകളാണ്. അതുപോലെ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമൊക്കെ നമുക്ക് കാണാം. ഇതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി ഒരു പാർക്കുണ്ട്. വഞ്ചിക്കുളം പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പാർക്കാണ്. പണ്ട് വഞ്ചിക്കുളം തൃശ്ശൂരിൻ്റെ വ്യാപാര കേന്ദ്രമായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു വഞ്ചി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ ഫ്രീ എൻട്രി ആണ്. നമ്മൾ ഇവിടെ കടന്നു വരുമ്പോൾ ഒരു ഗാർഡ് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഉള്ള സൗകര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു ബോർഡ് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഡയറക്ഷനും ഒക്കെ കാണിക്കുന്ന ഒരു ബോർഡുണ്ട്. നമ്മളങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ഹോള് പോലെയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കഫ്റ്റീരിയ ഉണ്ട്. ഇവിടുന്ന് കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ആണ്. കുറച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സ്റ്റേജ് പോലെയുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെറിയ കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ നടത്താം. അതുപോലെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ച് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെഞ്ചുകളിൽ ഇരുന്നിട്ട് ആൾക്കാർ വിശ്രമിക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി ലൊക്കേഷനാണ്. നമ്മുടെ ടൗണിന് തൊട്ടടുത്ത്, ഇതിന് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത്. പണ്ട് കാലത്ത് വ്യാപാരം നടന്നിരുന്ന ഒരു തൃശ്ശൂരിൻ്റെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു ഈ വഞ്ചിക്കുളം എന്ന് പറയുന്ന സ്ഥലം. പണ്ട് കാലത്തെ തൃശ്ശൂരിൻ്റെ ഒരു ട്രേഡ് സെൻ്ററാണ് ഈ വഞ്ചിക്കുളം എന്ന് പറയുന്നത്. പണ്ട് കടൽ മാർഗം കപ്പലിൽ വരുന്ന ചരക്കുകളൊക്കെ ചെറിയ വഞ്ചികളിലാക്കിയിട്ട് ഈ കടവുകളിൽ വന്നിട്ടാണ് അടുത്തിരുന്നത്. ഇവിടെ ഈ കടവ് കണ്ടില്ലേ, ഇതിപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ നിന്നും കച്ചവടക്കാർ തങ്ങളുടെ സാധനങ്ങൾ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റിട്ട് അതും വഞ്ചിയിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു കേട്ടോ. അതുപോലെ ഉണ്ടല്ലോ, വൈദേശികമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായപ്പോഴേ നമ്മുടെ ശക്തൻ തമ്പുരാൻ ഇതിലൂടെ പലായനം ചെയ്ത് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് വഞ്ചിയുടെ ആകൃതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ടോയ്ലറ്റ് ബ്ലോക്കാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ മനോഹരമായ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത് നന്നായി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഫിസിക്കലി ചാലഞ്ചിങ് ആയിട്ടുള്ള ആളുകൾക്കും ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമുണ്ട്. റാമ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ ജിമ്മുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ഈ ഓപ്പൺ ജിമ്മിൽ ചെയ്യാം. ഇതിലൂടെ അങ്ങോട്ട് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നല്ല കൈവരികളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ആളുകൾക്ക് അപകടം പറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. അപ്പുറത്തെ റോഡിൽ കൂടെ വണ്ടി പോകുന്നതൊക്കെ നമുക്ക് കാണാം. ചെറിയൊരു ഇളം കാറ്റുണ്ട്. അപ്പോൾ കാറ്റ് കൊണ്ടിട്ട് കുറച്ച് നേരം ഇവിടെ ഞാൻ നിന്നു. ഇവിടെ നിന്നുള്ള വ്യൂവും അടിപൊളിയാണ്. നമ്മളവിടുന്ന് തിരിച്ച് നടന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പുലിക്കളിയുടെ ഒരു ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ട് അതുപോലെ പെണ്ടിപ്പെരുന്നാളിൻ്റെയും ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രങ്ങൾ വരച്ച് കലാകാരന്മാർ നല്ല ഭംഗിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ആന, അതുപോലെ പൂരം, തോൽപ്പാവക്കൂത്ത്, അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ, തെരുവ് വര, സ്ട്രീറ്റ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കലാകാരന്മാർ വരച്ചു വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആ ഫ്രണ്ട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. കണ്ട വഞ്ചിയുടെ ഒരു ആകൃതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കാൻ ബെഞ്ചുകളൊക്കെ ഉണ്ട്. അതുപോലെ വെയിൽ കൊള്ളാതിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി നമ്മൾ മുന്നിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കഫ്റ്റീരിയ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വാച്ച് ടവറുണ്ട്. നിങ്ങൾക്ക് റിഫ്രഷ്മെൻറ്റിന് വേണ്ട ടീ, സ്നാക്സ്, ജ്യൂസൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ടത്. ഇവിടെയും മനോഹരമായിട്ട് ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് കാണാം. ഒരു സ്ത്രീയുടെ രൂപം ഇവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനെ തൊട്ടടുത്താണ് നമ്മുടെ വാച്ച് ടവർ വരുന്നത് കേട്ടോ. ഈ കാണുന്ന ചെറിയൊരു വാച്ച് ടവറാണ് ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് കയറിയിട്ട് നോക്കാം. ഈ സൈഡിലും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാച്ച് ടവറിൻ്റെ അടുത്തെത്തി സ്റ്റെപ്പ് നമ്മൾ കയറിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് മുകളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം കയറി അതിൻ്റെ ടോപ്പിലെത്തി.
ഇവിടെ നിന്നുള്ള വ്യൂ കിട്ടില്ല കേട്ടോ, അടിപൊളി വ്യൂ ആണ്. മാത്രമല്ല നല്ല അടിപൊളി കാറ്റുണ്ട്. ഈ പടവുകളൊക്കെ കാണാം, റോട്ടിലൂടെ വണ്ടികൾ പോകുന്നത് കാണാം. ഇതിൻ്റെ ഒരു മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സംഭവം അടിപൊളി വ്യൂ കേട്ടോ. രാത്രി നമുക്ക് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. രാത്രി ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ലൈറ്റിലൊക്കെ കുളിച്ച് നിൽക്കണ ഈ മനോഹരമായ കാഴ്ച കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി നമ്മൾ തിരിച്ചു പോകാൻ നോക്കുകയാണ്. ഇവിടെ ഒരു സെൽഫി എടുക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ, സെൽഫി മുക്കൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിലാണ്. അതുവരേക്കും ബൈ ബൈ.